നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. കേരള സർക്കാർ DA പ്രഖ്യാപിച്ചു 3%. അതപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സന്തോഷമായി ഓണം. 2 ഗഡു ക്ഷേമ പെൻഷൻ അനുവദിച്ചു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമ പെൻഷൻ അനുവദിച്ചു. അപ്പോൾ അവർ സന്തോഷം. ഇനിയും പലതും അംഗീകരിക്കാനും പുറപ്പെടുവിക്കാനുണ്ട്. അംഗനവാടികൾക്ക് ഫെസ്റ്റിവൽ അലവൻസ് നേരത്തെ ഉണ്ടായിരുന്നു. അവർക്കിപ്പോൾ പ്രത്യേകിച്ച് പെൻഷൻ പറ്റിയവർക്കൊന്നും ഫെസ്റ്റിവൽ അലവൻസ് ഇല്ല. കൃത്യമായി ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കാനുള്ള ശ്രമം നടത്തണം. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ അടക്കമുള്ള ക്ഷേമനിധി ബോർഡ് അടക്കമുള്ള 15ഓളം ക്ഷേമനിധികൾ നഷ്ടത്തിലാണ് ഓടുന്നത്. അവർക്ക് ഓണത്തിന് 1-2 ഗഡു അവരുടെ ക്ഷേമത്തിൻ്റെ പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം, 1-2 മാസത്തെ പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ഇതിനേക്കാളൊക്കെ പ്രധാനം GST കുറച്ചതുകൊണ്ട് രാജ്യത്ത് വലിയ വിലക്കുറവ് വരും. അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് കേരളമായിരിക്കും. കാരണം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്, എല്ലാം വാങ്ങി ഉപയോഗിക്കുന്ന സ്റ്റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിനാണ് GST കുറച്ചതിൻ്റെ വലിയ പ്രയോജനം ചെയ്യാൻ പോകുന്നത്. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, കേരള സർക്കാരിൻ്റെ ഓണ പദ്ധതികൾ എവിടെ? ത്രിവേണിയുണ്ട്, മാവേലി സ്റ്റോറുണ്ട്, സപ്ലൈക്കോ ഉണ്ട്, പിന്നെ അതുപോലെ ഹോർട്ടികോർപ്പുണ്ട്. ഇങ്ങനെ ഈ സ്ഥലം വരുമോ? സാധനങ്ങൾ വരുമോ? പുതിയ വിഷയങ്ങൾ വരുമോ? അരി കൊടുക്കുമോ? റേഷൻ കൊടുക്കുമോ? റേഷൻ കേന്ദ്ര ഗവൺമെൻറ് കൂടെയാണ് കൊടുക്കേണ്ടതെന്നല്ല, റേഷൻ കൊടുക്കുമോ? വെളിച്ചെണ്ണയ്ക്ക് വില കുറയുമോ? അങ്ങനെ നമ്മുടെ ഓണ വിപണിക്കുള്ള പച്ചക്കറി ഇവിടെ വില കുറച്ച് കിട്ടുമോ? മലവ്യഞ്ജനവും മറ്റ് സാധനങ്ങളൊക്കെ ആളുകൾ കിട്ടുമോ? ഡ്രസ്സ്, എല്ലാ സാധനങ്ങളും ആളുകൾക്ക് ഓണത്തിന് വില കുറച്ച് കിട്ടുമോ? എന്തുകൊണ്ട് കൂടുതൽ സബ്സിഡിയും മറ്റു കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ബാലരാമപുരത്തെ കൈത്തറി പോലുള്ള സാധനങ്ങളൊക്കെ കേരളത്തിൽ കൂടുതൽ പ്രചരിപ്പിച്ചുകൂടാ? മേളകളും അതുമൊക്കെ നടത്തി കേരളത്തിൽ എന്തുകൊണ്ട് പ്രചരിപ്പിച്ചുകൂടാ? കുടുംബശ്രീയുടെയും അത് സ്വയംസേവക സംഘങ്ങളുടെയും അതുപോലെ വ്യക്തികൾ നടത്തുന്ന കൂട്ടായ്മകളുടെയൊക്കെ മേളകളൊക്കെ നടത്തി പരമാവധി ഓണത്തെ കളർഫുള്ളാക്കാൻ എന്താ സർക്കാരെ നിങ്ങളുടെ പരിപാടി? എന്താ നിങ്ങളുടെ പരിപാടി? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അല്ലെങ്കിൽ ഇവിടെ രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രയുടെയും വോട്ട് ചാരിയുടെയും വോട്ട് യാത്രയുടെയും വോട്ടധികാരിയുടെയൊക്കെ പിറകെ നടക്കാം. അതെല്ലാം നമുക്ക് വന്നോട്ടെ, വിവാദങ്ങളും തർക്കങ്ങളൊക്കെ വരും. പക്ഷേ ഓണം എങ്ങനെയാണ് കേരള സർക്കാർ ആഘോഷിക്കാൻ പോകുന്നത് അറിയാൻ താല്പര്യമുണ്ട്. അത് തിരുവനന്തപുരത്ത് നടത്തുന്ന കുറേ ഫ്ലോട്ടുകളും കുറേ ചർച്ചകളും മാത്രമല്ല, കേരളമാകെയുള്ള മലയാളികളുടെ അവസാനത്തെ മലയാളികളും അത്തപ്പട്ടിണിക്കാരും അർത്ഥപ്പട്ടിണിക്കാരും മത്സ്യത്തൊഴിലാളികൾ മുതൽ ആദിവാസികൾ മുതൽ കടലോരം മുതൽ കായലോരം മുതൽ മലനിരകൾ വരെയുള്ള മുഴുവൻ ജനങ്ങളും മലനാടിലെയും ഇടനാടിലെയും തീരപ്രദേശത്തെയും മുഴുവൻ ജനങ്ങളും എങ്ങനെയാണ് ഓണം ഉണ്ണുന്നത് എന്നറിയാൻ ഒരു കൗതുകമുണ്ട്. അതിന് സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളത് അറിയാനാണ് നമുക്ക് താല്പര്യം. ധനകാര്യമന്ത്രിയും സാമൂഹ്യക്ഷേമ മന്ത്രിയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരും ഭക്ഷ്യവകുപ്പ് മന്ത്രിയും ഇതൊക്കെ വളരെ ഗൗരവമായി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് നമ്മൾ കരുതുന്നു. മലയാളിയുടെ ഓണം ആഘോഷമാക്കാൻ എന്താ സർക്കാരെ നിങ്ങളുടെ പരിപാടി?